പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ വീണ്ടും നിർത്തിവെച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം തുടർന്നതോടെയാണ് സഭ 5 മണി വരെ നിർത്തിവെച്ചത്. പ്രതിപക്ഷം സഹകരിച്ചാൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ 5 മണി മുതൽ 6 മണിക്കൂർ ചർച്ച നടത്താമെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു. എന്നാൽ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ബില്ല് പാസ്സാക്കാനാണ് സർക്കാർ തീരുമാനം. आश्वासन भी दिया कि पर्याप्त समय देंगे, तो फिर यहाँ चर्चा को रोकने के लिए ये नारेबाजी क्यों कर रहे हैं, मुझे ये समझ में नहीं आ रहे हैं। ये तो युवाओं का पूरा इस पर नजर है और इतना इम्पोर्टेंट बिल पब्लिक एग्जामिनेशन प्रिवेंशन ऑफ अनफेयर मीन्स जैसे बिल को चर्चा के लिए रोकना ये बहुत गलत मैसेज भेज रहा है। मैं कांग्रेस पार्टी को फिर से रिक्वेस्ट करता हूँ, अपने साथियों को समझाइए और बिल पर हम चर्चा शुरू करें। स्पीकर साहब ने जो टाइम तय करेगा हम लोग सब ആന്റണി ജിസോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് സഭയിൽ കണ്ടത്. 5 മണിവരെയാണ് നിലവിൽ സഭ പിരിഞ്ഞിട്ടുള്ളത്. അതിനുശേഷവും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയായിരിക്കുമോ സാക്ഷ്യം വഹിക്കുക, അതോ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമോ? 12 മണിക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ഈ ബില്ല് ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചത്. പിന്നീട് 2 മണി ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. 2 മണിക്ക് സഭ തുടങ്ങുമ്പോൾ വീണ്ടും ഈ ബില്ലിൽ ചർച്ച തുടങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ 2 മണിക്ക് സഭ ചേർന്ന ഘട്ടത്തിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയായിരുന്നു. നേരത്തെ രാവിലെ 11 മണിക്കും 12 മണിക്കുമൊക്കെ കണ്ടതുപോലെ തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിൽ സ്പീക്കർ ഓം ബിർള ഈ പ്രതിപക്ഷം ചർച്ചയുമായി സഹകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. 5 മണിക്ക് നിലപാട് അറിയിക്കണം, 5 മണിക്ക് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി വരണം എന്നുള്ള കാര്യവും ഓം ബിർള പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. 5 മണിക്ക് ചർച്ചയ്ക്ക് തയ്യാറായാൽ ഈ വിഷയത്തിൽ നമുക്ക് 6 മണിക്കൂർ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ചർച്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ പ്രതിപക്ഷം. ഈ അമിത് ഷാ മറുപടി പറയണം. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനടക്കം ക്രൂരമായ മർദ്ദനത്തിൽ കൃത്യമായ മറുപടി വേണം അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. രാവിലെ മുതൽ തന്നെ ആ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ആ ആവശ്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. ചർച്ച ഇല്ല, ആഭ്യന്തരമന്ത്രി മറുപടി പറയൂ, എന്നിട്ട് നമുക്ക് ചർച്ചയാകാമെന്ന നിലപാടാണ് ഇപ്പോഴും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലാണ് ഇന്നിപ്പോൾ ജിതേന്ദ്ര സിംഗ് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 2024 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൊതുപരീക്ഷാ നിയമത്തിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ഈ കടുത്ത ശിക്ഷകളോടുകൂടി കൊണ്ടുവരുന്നത്. ഈ കഴിഞ്ഞ ദിവസം CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രധാനമന്ത്രി ഈ ബില്ലിൽ വീണ്ടും കടുത്ത ശിക്ഷകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭേദഗതി ബില്ല് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുന്നതും അടുത്ത ദിവസം ക്യാബിനറ്റ് ചേർന്നതിന് രൂപം നൽകുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ പ്രതിപക്ഷം ഈ ബില്ലിനോട് ചർച്ചയോട് സഹകരിക്കാനുള്ള സാധ്യത നിലവിലും കാണുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ ചർച്ചയോട് സഹകരിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ടായെങ്കിലും അതില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ, അത് പോലീസിൻ്റെ നടപടിയിൽ നടപടി വേണം, അമിത് ഷാ മറുപടി പറയണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ രാജ്യസഭയിലും സമാനമായ പ്രതിഷേധത്തിന് തന്നെയാണ് വേദിയായത്. അവിടെയും വലിയ പ്രതിഷേധം രാവിലെ 11 മണി മുതൽ തന്നെ സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP-മാർ ഇതിനെതിരെ ഈ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെ ശക്തമായ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ അമിത്ഷായുടെ മറുപടി വേണമെന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം തുടരുകയാണ്. ഏതായാലും ഈ ബില്ലിൽ ചർച്ച നടക്കാനുള്ള സാധ്യത വളരെ വിരളമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ 5 മണിക്കാണ് വീണ്ടും സഭ ചേരാൻ വേണ്ടി പോകുന്നത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു
കോംപ്രമൈസിലേക്ക് പ്രതിപക്ഷം എത്തിയാൽ മാത്രമായിരിക്കും ചർച്ച എന്ന നിലയിലേക്ക് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ പോവുക. അങ്ങനെയെങ്കിൽ 6 മണിക്കൂർ ചർച്ച ആ ബില്ലിന്മേൽ ഉണ്ടാകും. ചർച്ച നടത്തി നാളെ ബില്ല് പാസ്സാക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. പക്ഷേ പ്രതിപക്ഷം സഹകരിക്കാത്ത നിലപാട് ഇനിയും തുടർന്നാൽ സ്വാഭാവികമായും ബില്ല് ചർച്ചയില്ലാതെ പാസ്സാക്കാനായിരിക്കും കേന്ദ്രത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ലോക്സഭയിൽ ഈ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചർച്ചയ്ക്ക് 5 മണിക്ക് ചർച്ചയ്ക്ക് തയ്യാറായി വരാനാണ് ഇപ്പോൾ സ്പീക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം വഴങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായും ആ ബില്ല് ചർച്ചയില്ലാതെ തന്നെ പാസ്സാക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നത്. ശരി, ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.